നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പോസ്തലനും ക്രിസ്തുവിൻ്റെ സഹപടനും ബെന്യാമീൻ ഗോത്രക്കാരനും ഗമാലിയേലിൽ നിന്ന് ജ്ഞാനം അഭ്യസിച്ചവനുമായ ക്രിസ്തുവിൻ്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസും ക്രിസ്തുവിൻ്റെ ദാസന്മാരെ താങ്ങി നിർത്തുന്നവനും ശുശ്രൂഷയിൽ ശുഷ്കാന്തിയുള്ളവനും പ്രബോധനപുത്രൻ എന്നറിയപ്പെടുന്നവനുമായ ബർന്നബാസിൻ്റെയും സുവിശേഷീകരണത്തിൻ്റെ ചെറിയൊരു വീക്ഷണത്തിലേക്ക്. പൗലോസും ബർന്നബാസും ലുസ്രയിലേക്ക്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്ന് എഴുതിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്ന് എഴുതിടുമേ. ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരും ആയുള്ളവരെ കേൾപ്പിൻ. നമ്മുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കുമായി പീഡകൾ സഹിച്ചു മരിച്ച യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവിൻ്റെ ശിഷ്യമാർഗത്തിൽപ്പെട്ട പുരുഷനെയോ സ്ത്രീയോ കണ്ടാൽ പിടിച്ചുകെട്ടി യെരൂശലേമിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം അധികാരപത്രം വാങ്ങി ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. അപ്പോൾ ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. ഞാൻ നിലത്ത് വീണു എഴുന്നേറ്റപ്പോൾ എൻ്റെ കാഴ്ച പോയി. അനന്യാസ് എന്ന ദൈവഭക്തൻ എൻ്റെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ യേശു എനിക്ക് സൗഖ്യം നൽകി. ആ യേശുവിനെ ഇപ്പോൾ ഞാൻ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നു. നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിനാലും നിറഞ്ഞവനായ ബർന്നബാസിൻ്റെ സാന്നിധ്യം എനിക്ക് സന്തോഷം നൽകുന്നു. മരണത്തിന് ഒരു കാരണവും കാണാതെ ഇരുന്നിട്ടും നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു. ദൈവമോ അവനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആകയാൽ സഹോദരന്മാരെ, ഈ യേശു മൂലം പാപമോചനം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ദൈവവചനം ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞ് നിത്യജീവൻ അയോഗ്യരായി. അതുകൊണ്ട് ഇതാ ഞങ്ങൾ ജാതിയിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷ എത്തിക്കേണ്ടതിന് ഞാൻ നിന്നെ ജാതിയുടെ വെളിച്ചമാക്കി വച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കുക. ഇതാ ദേവന്മാർ മനുഷ്യരുടെ രൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. അതെ അതെ, നിശ്ചയമായും ഇവർ ദേവന്മാർ തന്നെ. വരിക വരിക, നാം അവർക്ക് യാഗമർപ്പിക്കാം. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. ഇവരുടെ കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവത്തിനെങ്കിലേക്ക് തിരിയാനുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇവൻ പറയുന്നത് എന്ത്? ഇവനെ കല്ലെറിയണം, ഇവനെ കല്ലെറിയണം. അതെ, ഇവരെ കല്ലെറിയണം, കല്ലെറിയണം. അവൻ മരിച്ചു, നമുക്ക് അവനെ പട്ടണത്തിന് പുറത്ത് കൊണ്ടിടാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേവി ആത്മാവിൽ സമാധാന സന്തോഷം
ദാനമായി നാഥൻ നൽകി. ദേഹം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകി. ഞാൻ ദർബയിലേക്ക് പോകുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേക കഷ്ടങ്ങളിൽ കൂടി മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ.